കൃഷ്ണ ഗുരുവായൂരപ്പ. പരശുരാമൻ്റെ അച്ഛൻ ജമദഗ്നി മഹർഷിയെ കാർത്തവീര്യാർജുനൻ്റെ മക്കൾ കൊന്ന കാര്യം പറഞ്ഞുവല്ലോ. ബാക്കി കഥ ഇന്ന് കേൾക്കാം. മക്കളും താപസന്മാരും ചേർന്ന് ജമദഗ്നി മഹർഷിയുടെ ശവശരീരം ആശ്രമത്തിൽ കൊണ്ടുവന്ന് ഒരു പ്രത്യേക മഞ്ചത്തിൽ കിടത്തി. മകൻ രാമനും മറ്റും പ്രത്യേക പൂജാകർമ്മങ്ങൾ നടത്തി. എന്നിട്ട് രാമൻ ശുക്രാചാര്യനെ മനസ്സിൽ ധ്യാനിച്ചു. നിമിഷനേരത്തിനുള്ളിൽ ശുക്രാചാര്യർ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശുക്രാചാര്യന് കാര്യങ്ങളെല്ലാം കണ്ട മാത്രയിൽ മനസ്സിലായി. ശുക്രാചാര്യൻ ധ്യാനത്തിലാണ്ടു. എന്നിട്ട് മൃതസഞ്ജീവിനി മന്ത്രം ജപിച്ച് ജമദഗ്നി മഹർഷിയെ പുനരുജ്ജീവിപ്പിച്ചു. രേണുകയ്ക്കും മക്കൾക്കും ആശ്രമവാസികൾക്കും മരിച്ചുപോയ മഹർഷിയെ തിരിച്ചു കിട്ടിയതിലുള്ള സന്തോഷം എത്രയെന്ന് പറഞ്ഞറിയിക്കുക വയ്യ. എല്ലാവരും ശുക്രാചാര്യനെ നമസ്കരിച്ചു, സ്തുതിച്ചു. കാർത്തവീര്യാർജുനൻ്റെ ആൾക്കാർ ജമദഗ്നിയോട് കാട്ടിയ കൊടും ക്രൂരതയിൽ രാമന് വല്ലാതെ ദുഃഖവും ദേഷ്യവും തോന്നി. കാർത്തവീര്യാർജുനനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് രാമൻ തീരുമാനിച്ചു. ഒരു ദൂതൻ മുഖേന രാമൻ കാർത്തവീര്യാർജുനനെ ഇപ്രകാരം അറിയിച്ചു: എത്രയും വേഗം ചെയ്ത കുറ്റത്തിന് മാപ്പ് പറയുകയും ബലാത്കാരമായി കൊണ്ടുപോയ കാമധേനുവിനെ തിരിച്ചു നൽകുകയും ചെയ്യുക. അതല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറായി കൊള്ളുക. ദൂതൻ്റെ വാക്കുകൾ കേട്ട് കാർത്തവീര്യൻ ആർത്തട്ടഹസിച്ചു. എന്നിട്ട് ദൂതനോട് പറഞ്ഞു: ഈ കാർത്തവീര്യ മഹാരാജാവ് ആരോടും ഇന്നേവരെ മാപ്പ് ചോദിച്ചിട്ടില്ല. മറ്റുള്ളവർ എന്നോട് മാപ്പ് അപേക്ഷിച്ച ചരിത്രമേ ഉള്ളൂ. പിന്നെയാണ് ഒരു മഹർഷി പുത്രനായ രാമനോട് ഞാൻ മാപ്പ് ചോദിക്കുന്നത്. വേണമെങ്കിൽ ആ പശുവിനെ തിരിച്ചു കൊണ്ടുപോകാം. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. മറ്റു കാര്യങ്ങൾ നമുക്ക് പടക്കളത്തിൽ വെച്ച് തീർക്കാമെന്ന് അറിയിച്ചേക്കും. ദൂതൻ ആശ്രമത്തിലെത്തി രാമനെ കാര്യങ്ങൾ ധരിപ്പിച്ചു. കാർത്തവീര്യൻ്റെ അഹങ്കാരം നിറഞ്ഞ വെല്ലുവിളിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ രാമന് ദേഷ്യമിരട്ടിച്ചു. ഉടനെ തന്നെ രാമൻ കാർത്തവീര്യനെ നേരിടാനായി തൻ്റെ പരശുവുമായി തിരിച്ചു. പരശുരാമൻ്റെ വരവറിഞ്ഞ കാർത്തവീര്യാർജുനൻ തൻ്റെ സൈന്യത്തെ അണിനിരത്തി. 17 അക്ഷൗഹിണി പടയാണ് രാമനെ എതിരിടാൻ തയ്യാറായി നിന്നത്. രാമനും സൈന്യവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം നടന്നു. രാമൻ തൻ്റെ പരശുകൊണ്ട് അക്ഷൗഹിണി പടകളെ ഞൊടിയിടയിൽ വകവരുത്തി. ഭടന്മാരെല്ലാം ചത്തൊടുങ്ങിയപ്പോൾ കാർത്തവീര്യൻ തന്നെ യുദ്ധത്തിനിറങ്ങി. തൻ്റെ 1000 കൈകളിൽ 1000 ആയുധങ്ങളുമായി കാർത്തവീര്യൻ രാമൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. പക്ഷേ എന്തു ഫലം? പരശുരാമൻ്റെ പരശുകൊണ്ട് ആ 1000 കൈകളും നിമിഷനേരത്തിനുള്ളിൽ അറ്റ് ദൂരെ തെറിച്ചു. എന്നിട്ട് കാർത്തവീര്യാർജുനൻ്റെ തലയും വെട്ടിക്കളഞ്ഞു. കാർത്തവീര്യാർജുനൻ മരിച്ചതോടെ പരശുരാമൻ്റെ കലി ഏതാണ്ട് കെട്ടടങ്ങി. അച്ഛനെ ദ്രോഹിച്ചവനോട് പകരം വീട്ടിയ സംതൃപ്തിയും പരശുരാമനുണ്ടായിരുന്നു. പരശുരാമൻ ആശ്രമത്തിൽ തിരിച്ചെത്തി. അതിനകം തന്നെ അച്ഛൻ ജമദഗ്നി മഹർഷി വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. മകൻ്റെ വീരപരാക്രമം കേട്ടിട്ട് അച്ഛന് സന്തോഷമല്ല, സങ്കടമാണുണ്ടായത്. അച്ഛൻ മകനെ വിളിച്ചു പറഞ്ഞു: പ്രിയപ്പെട്ട മകനെ, ഞാൻ എല്ലാം അറിഞ്ഞു. നീ ചെയ്തത് തീരെ ശരിയായില്ല. രാജാക്കന്മാർ നിസ്സാരന്മാരല്ല. വിഷ്ണു ചൈതന്യം കുടികൊണ്ടിട്ടുള്ളവരാണവർ. അതുകൊണ്ട് രാജാക്കന്മാരെ കൊല്ലാൻ പാടില്ല. കൊല്ലുന്നത് മഹാപാപവുമാണ്. പ്രത്യേകിച്ചും ധർമ്മിഷ്ഠനും സത്യപ്രിയനുമായ കാർത്തവീര്യാർജുനനെ പോലെയുള്ളവരെ ഒരു കാരണവശാലും എതിർക്കാൻ പാടില്ലാത്തതായിരുന്നു. അങ്ങനെയുള്ള രാജാവിനെയാണ് നീ കൊന്നത്. ഈ പാപത്തിൽ നിന്ന് മോചനം നേടാനായി നീ തീർത്ഥാടനം നടത്തി തപസ് ചെയ്യണം. ജമദഗ്നിയുടെ ഉപദേശം കേട്ട് രാമൻ തീർത്ഥാടനത്തിനായി ഇറങ്ങിത്തിരിച്ചു. പരശുരാമൻ അച്ഛൻ്റെ ഉപദേശമനുസരിച്ച് തീർത്ഥാടനത്തിനായി യാത്ര തിരിച്ചു. പരശുരാമൻ ആശ്രമം വിട്ട് തീർത്ഥാടനത്തിന് പോയിരിക്കുകയാണെന്ന് കാർത്തവീര്യാർജുനൻ്റെ പുത്രന്മാർ അറിഞ്ഞു. അതോടെ അവർ വലിയൊരു സന്നാഹത്തോടെ ജമദഗ്നിയുടെ ആശ്രമത്തിലെത്തി. കാർത്തവീര്യാർജുനനെ കൊന്നതിന് പകരം വീട്ടാനായിട്ടാണ് അവരെത്തിയത്. അവർ ജമദഗ്നി മഹർഷിയെ മർദ്ദിച്ച് അവശനാക്കി. എന്നിട്ട് പിടിച്ചു കെട്ടി ദൂരെ ദിക്കിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മഹർഷിയെ അവർ നിഷ്കരുണം അടിച്ചു കൊന്നു. ഒരുപക്ഷെ ഇനിയും മന്ത്രശക്തിയിലൂടെ ജീവിച്ചാലോ എന്ന് കരുതി അവർ മഹർഷിയുടെ തലവെട്ടി കൂടെ കൊണ്ടുപോവുകയും ചെയ്തു. കാർത്തവീര്യാർജുനൻ്റെ മക്കൾ ജമദഗ്നി മഹർഷിയുടെ രക്തം വാർന്നൊഴുകുന്ന തലയുമായി ആനന്ദ നൃത്തമാടി. ജമദഗ്നി മഹർഷിയെ കൊലപ്പെടുത്തിയ വിവരം രേണുക അറിയാനിടയായി. അവർ അലമുറയിട്ട് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങിയോടി. കാടുകാണ്ടതരം അവർ ജമദഗ്നി മഹർഷിയെ വിളിച്ചു കേണു. ഒടുവിലതാ ഞെട്ടിക്കുന്ന രംഗം. ജമദഗ്നിയുടെ തലയില്ലാത്ത ഉടൽ രക്തം വാർന്ന് ഈച്ചയാർത്ത് മുൾപടർപ്പിൽ കിടക്കുന്നു. രേണുകയ്ക്ക് അത് കാണാനുള്ള ശക്തി ഉണ്ടായില്ല. അവർ ആ ശവത്തിനു മീതെ ബോധമറ്റ് വീണു. അവരെ പിന്തുടർന്നു വന്ന മക്കൾ ഈ രംഗം കണ്ടു. അച്ഛൻ്റെ തലയേറ്റ ഉടൽ കണ്ട് അവർ ഞെട്ടി. അതിനുമീതെ ബോധമറ്റ് കിടക്കുന്ന അമ്മ. അവർ ധൈര്യം സംഭരിച്ച് അടക്കാനാവാത്ത ദുഃഖത്താൽ വിമ്മിക്കൊണ്ട് അവർ അമ്മയെ താങ്ങി മാറ്റാൻ ശ്രമിച്ചു. അവർ അമ്മയെ കുറേ വിളിച്ചു നോക്കി. എത്ര വിളിച്ചിട്ടും ആ അമ്മ വിളി കേട്ടില്ല. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ വർഷം 1 കഴിഞ്ഞു. അച്ഛനും അമ്മയും മരിച്ച ദുഃഖത്തിൽ നിന്നും പരശുരാമൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാർ ഇനിയും മുക്തരായിട്ടില്ല. അപ്പോഴാണ് തീർത്ഥാടനവും കഴിഞ്ഞ് പരശുരാമൻ തിരികെ എത്തിയത്. ആശ്രമത്തിലെത്തും വരേക്കും പരശുരാമൻ അച്ഛനമ്മമാരുടെ മരണവൃത്താന്തം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
ആരും അക്കാര്യം പരശുരാമനെ അറിയിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ ധൈര്യപ്പെട്ടിരുന്നില്ല. പരശുരാമൻ അത്രയധികം സന്തോഷത്തോടെയാണ് ആശ്രമത്തിലെത്തിയത്. കാരണം അച്ഛൻ്റെ കൽപ്പന വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചെത്തിയിരിക്കുകയാണ് പരശുരാമൻ. ഇനി അച്ഛനെയും അമ്മയെയും കണ്ട് അനുഗ്രഹം വാങ്ങണം. എവിടെ അച്ഛനും അമ്മയും? ജ്യേഷ്ഠന്മാരെ കണ്ട മാത്രയിൽ പരശുരാമൻ അന്വേഷിച്ചു. ജ്യേഷ്ഠന്മാർ ഒന്നും മിണ്ടുന്നില്ല. എല്ലാവരും പരസ്പരം നോക്കി. എന്നിട്ട് മിണ്ടാതെ നിന്നതേയുള്ളൂ. അപ്പോഴേക്കും പരശുരാമൻ്റെ ശബ്ദം അല്പം ഉയർന്നു. ചോദിച്ചത് കേട്ടില്ലേ? അച്ഛനും അമ്മയും എവിടെ? ഇനിയും ഉത്തരം പറയാതിരുന്നാൽ കാര്യം വഷളാകുമെന്ന് മനസ്സിലാക്കിയ ജ്യേഷ്ഠന്മാർ കാര്യം പറഞ്ഞു. അച്ഛനമ്മമാരുടെ മരണവൃത്താന്തം അറിഞ്ഞ് പരശുരാമൻ്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വമിച്ചു. ചുണ്ടുകൾ കോപം കൊണ്ട് വിറയാർന്നു. പരശുരാമൻ തൻ്റെ കയ്യിലെ മഴുവിനെ ഊക്കോടെ ശൂന്യതയിൽ വീശിക്കൊണ്ട് അലറി. ഇതാ ഈ പരശുരാമൻ ശപഥമെടുക്കുന്നു. ഈ ഭൂമുഖത്തുള്ള സർവ്വക്ഷത്രിയരെയും കൊന്നൊടുക്കിയല്ലാതെ ഈ പരശുരാമന് വിശ്രമമില്ല. ഇത് സത്യം, സത്യം, സത്യം. പിന്നീട് ഒട്ടും താമസിച്ചില്ല. മഴുവും ഉയർത്തി വീശിക്കൊണ്ട് ഒരു കൊടും കാറ്റുപോലെ പരശുരാമൻ കുതിച്ചു. ജ്യേഷ്ഠന്മാർക്ക് നിസ്സഹായരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. ആദ്യം മഹിഷ്മതിയിലേക്കാണ് പരശുരാമൻ കുതിച്ചത്. കാർത്തവീര്യാർജുനൻ്റെ മക്കളെയും മറ്റു ക്ഷത്രിയരെയും പരശുരാമൻ അരിഞ്ഞിട്ടു. കൊട്ടാരത്തെ തകർത്ത് നിലം പരിശാക്കി. ഇങ്ങനെ ഓരോ ക്ഷത്രിയ രാജാക്കന്മാരെയും രാജധാനികളെയും പരശുരാമൻ തകർത്ത് തരിപ്പണമാക്കി. ജമദഗ്നി മഹർഷിയെ കാർത്തവീര്യപുത്രന്മാർ കൊന്നപ്പോൾ രേണുക 21 പ്രാവശ്യം മാറത്തടിച്ച് നിലവിളിച്ചുവെന്നും അതുകൊണ്ട് പരശുരാമൻ 21 പ്രാവശ്യം ലോകം ചുറ്റിനടന്ന് ക്ഷത്രിയരെ വകവരുത്തിയെന്നുമാണ് കഥ. പക്ഷേ പ്രായപൂർത്തിയിലെത്തിയ പുരുഷന്മാരെ മാത്രമേ പരശുരാമൻ തൻ്റെ മഴുവിനിരയാക്കിയുള്ളൂ. ഇങ്ങനെ ക്ഷത്രിയരെ വേട്ടയാടി ലോകത്തെയാകെ വിറപ്പിച്ചു കഴിഞ്ഞിരുന്ന പരശുരാമൻ ഒടുവിൽ ശാന്തനായി മാറി. താൻ ചെയ്തത് പാപമായി പോയോ എന്നൊരു സംശയവും അദ്ദേഹത്തിൽ ഉദിച്ചു. അതോടെ പരശുരാമൻ ഗോകർണത്തിൽ പോയി തപസ് ആരംഭിച്ചു. അക്കാലത്താണ് മുനിമാരുടെ ആവശ്യപ്രകാരം ഈ ഭാർഗവരാമൻ മഴുവെറിഞ്ഞ് ഭാർഗവ ക്ഷേത്രത്തെ വീണ്ടെടുത്തത്.